ബറോസ് നീതി കാക്കുന്ന ഭൂതം. മലയാളികളുടെ പ്രിയങ്കരനായ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന ഏറ്റവും വലിയ പ്രത്യേകതയുമായി ബറോസ് തിയേറ്ററുകളിലെത്തി. ഏറെ നാളുകൾക്ക് ശേഷം മലയാളത്തിൽ വരുന്ന, അതും കുട്ടികളെ ലക്ഷ്യം വെച്ചുള്ള ഒരു 3D ചിത്രമാണ് ബറോസ്. ഏതാണ്ട് 46 വർഷം അഭിനയത്തിന് ശേഷമാണ് അദ്ദേഹം ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. കുട്ടികൾക്കും കുടുംബത്തിനും അനുയോജ്യമായ ഒരു ഫാന്റസി സിനിമ എന്ന നിലയിൽ ബറോസ് മലയാള സിനിമയിൽ പുതിയൊരു ചുവട് കൂടി വയ്ക്കുന്നു. കഥയും എഴുത്തും ഉഗ്രനാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും മോഹൻലാലിന്റെ പ്രകടനത്തെയും വിഷ്വൽ എഫക്റ്റിനെയും പ്രശംസിച്ചേ മതിയാകുള്ളൂ. നിധി സംരക്ഷനായി ബറോസ് 400 വർഷമായി ഡഗാമയുടെ മറഞ്ഞിരിക്കുന്ന നിധി സംരക്ഷിക്കുന്നു. കൂടാതെ ഈ സമ്പത്ത് ഡഗാമയുടെ യഥാർത്ഥ പിൻഗാമിക്ക് മാത്രമേ ബറോസിന് നൽകാൻ സാധിക്കുള്ളൂ. 2 മണിക്കൂർ 30 മിനിറ്റാണ് സിനിമയുടെ ലെങ്ത്. അങ്ങനെ നിധി കൈക്കലാക്കാൻ വരുന്നവരുടെയും നിധിയുടെ യഥാർത്ഥ അവകാശിയുടെയും ഒക്കെ ഒരു കഥയാണ് ബറോസ്. ഡഗാമയുടെ മലബാറി അടിമയായ ബറോസായി നമ്മുടെ മോഹൻലാലാണ് എത്തുന്നത്. ഇസാറോസ് ഇസബെല്ല ഡഗാമയായി മായ റാവു വെസ്റ്റാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും മലയാള സിനിമാ ഫീൽഡിൽ ഒരു എക്സ്പീരിമെന്റൽ ഫാന്റസി ചിത്രമായി നമുക്ക് ബറോസിനെ കണക്കാക്കാം.